ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി വേരിയസ് LGSൻ്റെ സ്റ്റേജ് 3 ക്വസ്റ്റ്യൻസ് ആണ്. തൃശ്ശൂർ, ട്രിവാൻഡ്രം, കോട്ടയം ജില്ലകളിലായിട്ട് നടന്ന എക്സാമിൻ്റെ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കളെ, നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിലൊരു ടെലഗ്രാം ചാനലുണ്ട്. നിങ്ങൾക്കത് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്യാപിറ്റൽ ലെറ്ററിൽ ജോസ് കാപ്പൻ എന്ന് സെർച്ച് ചെയ്യണം. ഇടയ്ക്ക് സ്പേസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കത് ജോയിൻ ചെയ്താൽ ഡെയിലി 5 ചോദ്യങ്ങൾ നമ്മൾ PYQ സെക്ഷൻ അതിലിപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് വിത്ത് എക്സ്പ്ലനേഷൻ. നിങ്ങൾക്കത് ഒത്തിരി ഉപകാരപ്പെടും. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: 1, 8, 27, 64, 125 അടുത്തത് ഏത്? അല്ലേ, ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു മക്കളെ. 1, 8, 27 ഇത് കാണുമ്പോഴേ അറിയാം ആദ്യത്തേത് 1ൻ്റെ ക്യൂബാണ് അല്ലേ, അടുത്തത് 2ൻ്റെ ക്യൂബാണ്, അടുത്തത് 3ൻ്റെ ക്യൂബാണ് ആണോ, അടുത്തത് 4ൻ്റെ ക്യൂബ്, അടുത്തത് 5ൻ്റെ ക്യൂബാണ് 125. അപ്പോൾ ഇനി വേണ്ടത് 6ൻ്റെ ക്യൂബാണ് അല്ലേ. 6ൻ്റെ ക്യൂബ് എത്ര കിട്ടും? 6ൻ്റെ ക്യൂബ് 216 കിട്ടും നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ചെയ്തത് ഒരു ഡൗട്ടും ഇല്ലാന്ന് വിചാരിക്കുന്നു. 1 എന്ന് പറഞ്ഞാൽ 1ൻ്റെ ക്യൂബ്, 8 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബ്, 27 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ക്യൂബ്, 64 എന്ന് പറഞ്ഞാൽ 4ൻ്റെ ക്യൂബ്, 125 5ൻ്റെ ക്യൂബാണ്. അപ്പോൾ ഇനി വേണ്ടത് 6ൻ്റെ ക്യൂബാണ്. 6ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 216. നമ്മുടെ ഉത്തരം ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിട്ടുപോയത് കണ്ടുപിടിക്കുക. 9 ഉണ്ട്, 11 ഉണ്ട്, 15, അടുത്തത് ഡാഷ്. ഇവിടുത്തേതാണ് കണ്ടുപിടിക്കേണ്ടത്. 29 ഉണ്ട്, 39 ഉണ്ട് അല്ലേ. യെസ്, നമുക്കറിയാം ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ ഇവിടെ ഡിഫറൻസ് 2 ഇവിടെ ഡിഫറൻസ് 4. ഇനി ഇവിടെ ഡിഫറൻസ് നമുക്ക് 10 കിട്ടുന്നത് അല്ലേ. അപ്പോൾ 2, 4 അങ്ങനെയാണെങ്കിൽ ഇനി വരേണ്ട ഡിഫറൻസ് എത്രയായിരിക്കും? 2 ഡിഫറൻസ് വന്നു, 4 ഡിഫറൻസ് വന്നു, ഇനി വരേണ്ട ഡിഫറൻസ് 6. ഓക്കെ, അപ്പോൾ 6 കൂട്ടുന്ന ഉത്തരം ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. 15 + 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? 15 + 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 21. 21 ഓപ്ഷനിൽ ഉണ്ടോ? 21 ഓപ്ഷനിൽ ഉണ്ട്. ഇനി നമ്മളവിടെ 21 എടുത്താൽ ബാക്കി ശ്രേണി കറക്റ്റായിട്ട് തന്നെ പോവുമോ? നോക്കിക്കേ, അവിടെ 21 ആണെങ്കിൽ ഇനി ഇത് 21ഉം 29ഉം 8 കൂട്ടുമ്പം ശരിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കൂടി 4 കൂടി 6 കൂടി 8 കൂടി 10 കൂടി, അപ്പോൾ 21 വന്നാലേ കറക്റ്റ് ആവത്തുള്ളൂ. ശരിയല്ലേ? ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 21. ഇതും നല്ല എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു അല്ലേ. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. കണ്ടോ, EYE ആണോ, അതിൻ്റെ കോഡ് 828. ശരി. ARM അല്ലേ, അതിൻ്റെ കോഡ് 639 ആണോ. എങ്കിൽ EARൻ്റെ കോഡ് എത്ര? ഇതാണ് ചോദ്യം. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഈയുടെ കോഡ് എത്രയാണെന്ന് ഇവിടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ഈയുടെ കോഡ് 8. അപ്പോൾ EARൽ ഈയുടെ കോഡ് ഞാൻ എഴുതി 8 അല്ലേ. ഇനി അടുത്തത് എയുടെ കോഡ് കണ്ടുപിടിക്കണം. എയുടെ കോഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എയുടെ കോഡ് 6 തന്നിട്ടുണ്ട്. ശരിയാണോ? എയുടെ കോഡ് 6. അപ്പം എയുടെ കോഡ് നമുക്ക് 6 എന്ന് എഴുതാം. ഓക്കെ, ഇനി 6ൻ്റെ കോഡ് കണ്ടുപിടിക്കണം. യെസ്, 6ൻ്റെ കോഡ് ഏതാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. 6ൻ്റെ കോഡ് 6ൻ്റെ സ്ഥാനത്ത് 3 കിടക്കുന്നത്. അപ്പോൾ 6ൻ്റെ കോഡ് 3. കണ്ടോ മക്കളെ, ആൻസർ 863. കണ്ടോ, 863. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ചെയ്തത് ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ ചെയ്തതിൽ? ചെയ്ത ടെക്നിക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. അതായത് EAR അല്ലേ, ഇതിൻ്റെ കോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആണ്. ഈയുടെ കോഡ് ഓൾറെഡി I എന്നതിൽ തന്നിട്ടുണ്ട് 8 അല്ലേ. ഇനി എയുടെ കോഡ് 6 നമുക്ക് ARMൽ നിന്ന് മനസ്സിലാക്കാം. ഇനി 6ൻ്റെ കോഡ് 3 അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം EARൻ്റെ കോഡ് 863 കിട്ടും. അതായത് തന്നിരിക്കുന്നതിൽ നിന്ന്, ഇതാണ് തന്നിരിക്കുന്നത്, ഇതിൽ നിന്ന് ഓരോന്നിൻ്റെയും കോഡ് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ശരിയല്ലേ?
ആണ്. ശരി, മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഡയറക്ഷൻ്റെ ഒരു ചോദ്യമാണ്. ബാബു എ എന്ന സ്ഥലത്ത് നിന്നും, ഓക്കെ, അപ്പോൾ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു, എ എന്ന സ്ഥലത്ത് നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു, അല്ലേ? 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു, ആണോ? 6 കിലോമീറ്റർ കിഴക്കോട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ബിയിൽ എത്തി. അങ്ങനെ എ എന്ന സ്ഥലത്ത് നിന്ന് സഞ്ചരിച്ച് എവിടെ എത്തി? ബിയിലെത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, ആണോ? ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. ബിയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു, ആണോ? എന്നിട്ട് എവിടെ എത്തി എന്നാണ് പറഞ്ഞേക്കുന്നത്? സിയിലെത്തി. ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. ശരി, ഇനി സിയിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. സിയിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ, വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചു, ആണോ? ഇടത് സൈഡിലേക്ക് വീണ്ടും 6 കിലോമീറ്റർ സഞ്ചരിച്ചു, അല്ലേ? എന്നിട്ട് എത്തിയ സ്ഥലം ഡി ആണ്. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്? എയിൽ നിന്ന് എത്ര അകലെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് ചോദ്യം, ആണോ മക്കളെ? ഇതല്ലേ എയിൽ നിന്നുള്ള അകലം, ആണോ? അത് 3 കിലോമീറ്റർ അല്ലേ? കാരണം ഓൾറെഡി ഈ ദൂരം 3 കിലോമീറ്റർ ആണെന്ന് നമുക്കറിയാം. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, ഒരു വരിയിൽ അഞ്ജുവിൻ്റെ സ്ഥാനം മുൻപിൽ നിന്നും 11ാമത്തെ ആളും പുറകിൽ നിന്നാണെങ്കിൽ 7ാമത്തെ ആളുമാണ്. വരിയിലാകെ എത്ര ആളുകളുണ്ട്, അല്ലേ? സോ ഒരാളുടെ മുന്നിൽ നിന്നുള്ള സ്ഥാനം തന്നിട്ടുണ്ട്. മുന്നിൽ നിന്നുള്ള സ്ഥാനം R കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. മുന്നിൽ നിന്നുള്ള സ്ഥാനം 11ാമതാണ്. അയാളുടെ പുറകിൽ നിന്നുള്ള സ്ഥാനം നമുക്ക് L കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. പുറകിൽ നിന്നുള്ള സ്ഥാനം 7ാമതാണ്, അല്ലേ? മുന്നിൽ നിന്നുള്ള സ്ഥാനം 11, പുറകിൽ നിന്നുള്ള സ്ഥാനം 7. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര ആളുകളുണ്ട് മക്കളെ? വരിയിലെ ആകെ ആളുകളുടെ എണ്ണം കാണാൻ മുന്നിൽ നിന്നുള്ള സ്ഥാനവും പിന്നിൽ നിന്നുള്ള സ്ഥാനവും കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. അപ്പോൾ ഇത് ഒരു ഇക്വേഷൻ പോലെ ഒന്ന് പഠിച്ചു വെക്കുക. ഒരു വരിയിലെ അല്ലെങ്കിൽ നിരയിലെ ആകെ ആളുകളുടെ എണ്ണം കാണാൻ മുന്നിൽ നിന്നുള്ള സ്ഥാനവും പിന്നിൽ നിന്നുള്ള സ്ഥാനവും കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പം n = 11 + 7 - 1 നമ്മുടെ ഉത്തരം 16. 17 നിന്ന് 1 കുറച്ചാൽ ആൻസർ 16. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, മുന്നോട്ട് വരാം. 6ാമത്തെ ചോദ്യം. സോ 2.02 ഡിവൈഡഡ് ബൈ 202 ഇതിൻ്റെ വില എത്രയാണ് എന്നാണ് ചോദ്യം. ഇങ്ങനെ ദശാംശ സംഖ്യകൾ ഹരിക്കാൻ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഞാൻ പറയുന്ന ടെക്നിക്ക് നന്നായിട്ട് അങ്ങ് പഠിച്ചു വെക്കുക മക്കളെ. ഇങ്ങനെ ദശാംശ സംഖ്യകൾ ഹരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമില്ല മക്കളെ. ആദ്യം ദശാംശം, അതായത് പോയിൻ്റ് കളഞ്ഞിട്ട് സംഖ്യകൾ എടുത്തെഴുതുക. അപ്പോൾ 2.02 എന്നുള്ളത് 202 എന്നാവും. 202 എന്നുള്ളത് പോയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് 202 എന്ന് തന്നെ എഴുതി. കണ്ടോ? ആദ്യം ചെയ്യേണ്ടത് മുകളിലത്തെയും താഴത്തെയും പോയിൻ്റുകൾ കളഞ്ഞിട്ട് സംഖ്യകൾ മാത്രം എടുത്തെഴുതി. സെക്കൻഡ് സ്റ്റെപ്പ്, മുകളിലത്തെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണവും താഴത്തെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണവും എണ്ണി നോക്കുക. മുകളിൽ 2 ദശാംശ സ്ഥാനങ്ങളുണ്ട്. താഴത്തെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം 0 അല്ലേ? എവിടെയാണോ ദശാംശ സ്ഥാനം കുറവുള്ളത് അവിടെ കുറവുള്ള അത്രയും 0 ചേർക്കുക എന്നതാണ് നിയമം. താഴെയാണ് ദശാംശ സ്ഥാനം കുറവുള്ളത്. മുകളിൽ 2, താഴെ 0. അപ്പോൾ 2 എണ്ണത്തിൻ്റെ കുറവാണ് താഴെയുള്ളത്. എത്ര എണ്ണത്തിൻ്റെ കുറവുണ്ടോ അത്രയും 0 താഴെ ചേർക്കണം. അങ്ങനെയാണെങ്കിൽ താഴെ 2 എണ്ണത്തിൻ്റെ കുറവായതുകൊണ്ട് 2 0 ചേർക്കുന്നതായിരിക്കും ഉത്തരം. കണ്ടോ? ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, 202ഉം 202ഉം വെട്ടിപ്പോയി. അപ്പോൾ 1/100 എന്ന് വരും മക്കളെ. 1/100 എന്ന് പറഞ്ഞാൽ ആൻസർ 0.01 ആണ് അല്ലേ? സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 0.01. ഓക്കെ, അപ്പോൾ ദശാംശങ്ങൾ ഹരിക്കാനുള്ള നിയമം ഒന്നുകൂടെ പറയട്ടെ ഞാൻ. ഓക്കെ, എങ്ങനെയാണ്? ആദ്യം ദശാംശം കളഞ്ഞിട്ട് സംഖ്യകൾ മാത്രം എടുത്തെഴുതുക. എടുത്തെഴുതി
ആണോ? എന്നിട്ട് മുകളിലത്തെയും താഴത്തെയും ദശാംശസ്ഥാനങ്ങൾ ആകെ എണ്ണി നോക്കുക. എവിടെ കുറവുണ്ടോ അവിടെ കുറവുള്ളോ അത്രയും 0 ചേർക്കണം. താഴെ 2 എണ്ണത്തിൻ്റെ കുറവ് 2 0 താഴെ ചേർക്കുക എന്ന് പറഞ്ഞാൽ താഴെ 100 കൊണ്ട് ഗുണിക്കുക എന്നർത്ഥം. എന്നിട്ട് സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും. ഓക്കെ, മുന്നോട്ട് പോവാം. x/y തന്നിട്ടുണ്ട് അല്ലേ? x/y എന്ന് പറഞ്ഞാൽ മക്കളെ 4:3 ആണ്. ഓക്കെ, ഇനി y/z തന്നിട്ടുണ്ട്. y/z എന്ന് പറഞ്ഞാൽ 6:5 ആണ് അല്ലേ? എന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കുന്നത് x/z എത്ര? മക്കളെ x/yയും y/zഉം തന്നിട്ട് x/z കാണാൻ ഒന്നുമില്ല. ആദ്യത്തേതും അവസാനത്തേതും വെറുതെ ഗുണിച്ചാൽ മതി. ഇവന്മാരെ തമ്മിൽ ഗുണിക്കുക. 6 4 24 ഈസ്റ്റു ഇവന്മാരെ തമ്മിൽ ഗുണിക്കുക. 3 × 5 15. ആൻസർ 24:15. ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം, പക്ഷേ ഓപ്ഷൻ ഡി അത് കിടപ്പുള്ളത് കൊണ്ട് ആൻസർ x/z എന്ന് പറഞ്ഞാൽ 24:15. ചെയ്ത മെത്തേഡ് ഒന്നുകൂടെ പറയാം മക്കളെ. x/yയും y/zഉം തന്നിട്ട് x/z ആദ്യത്തേൻ്റെ അവസാനത്തേൻ്റെ റേഷ്യോ കാണാൻ ആദ്യത്തെ 2 ഗുണിക്കുക, അവസാനത്തെ 2 ഗുണിക്കുക. ഇത്രേ ഉള്ളൂ ടെക്നിക്ക്, വേറെ ഒന്നുമില്ല. ഓക്കെ അല്ലേ? ഇനി ഈ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ വരാം. ഓക്കെ, ഈ ചോദ്യം ഇങ്ങനെ വരാം. x/yക്ക് ഒരു വില തന്നിട്ടുണ്ട് 4:3 കണ്ടോ? എന്നിട്ട് y/zനൊരു വില തന്നിട്ടുണ്ട്. എത്രയാത്? 6:5. എന്നിട്ട് നിങ്ങളോട് ചിലപ്പം x/y/z ചോദിക്കാം, x/y/z ചോദിക്കാം. ഇവിടെ x/z ചോദിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ചെയ്യേണ്ടത് എക്സിൻ്റെ റേഷ്യോ കാണാൻ താഴേക്ക് ഗുണിക്കുക. ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ 24. വൈയുടെ റേഷ്യോ കാണാൻ ഇങ്ങനെ ചെരിച്ച് ഗുണിക്കുക. 6 3 18 കണ്ടോ? ഇസഡിൻ്റെ റേഷ്യോ കാണാൻ ഇങ്ങനെ ചെരിച്ച് ഗുണിക്കുക 15. ഇതാണ് x/y/z. ഇനി x/y/z കണ്ടുപിടിച്ചിട്ടും വേണമെങ്കിൽ x/z കണ്ടുപിടിക്കാം. 24:15 കണ്ടോ? എന്നാലും ഉത്തരം കിട്ടും. ചിലപ്പോൾ എക്സാമിന് ഇതായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ എക്സാമിന് ഇതായിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെ 2 രീതി ഏതും ചോദിക്കാം മക്കളെ. മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, മുന്നോട്ട് പോവാം. ഒരു വാച്ചിൽ 12 മണി, ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? 12 മണിയായിരുന്നത് 12:15 അല്ലേ? അതിന് എത്ര സെക്കൻഡ് കഴിയണം? 12 മണി 12:15 എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് കഴിഞ്ഞു എന്ന അർത്ഥം ആണോ? ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണെന്ന് നോക്കിയാൽ പോരെ? 15 മിനിറ്റ് എത്ര സെക്കൻഡാണെന്നറിയാൻ മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഗുണിച്ചാൽ മതി. ആണോ മക്കളെ? 900 സെക്കൻഡ് എന്ന് കിട്ടും. ആൻസർ 900 സെക്കൻഡ്. ഓപ്ഷൻ സി ആണ്. ചെയ്തത് ഒന്നുകൂടെ പറയട്ടെ. ഒരു വാച്ചിൽ 12 മണി, ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം എന്നതാ ചോദ്യം. അതായത് 12 മണി 12:15 ആവാൻ 15 മിനിറ്റ് കഴിയണം. ആണോ? 15 മിനിറ്റ് കഴിയുക എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണെന്ന് നോക്കിയാൽ മതി. 15 മിനിറ്റ് സെക്കൻഡ് എത്രയാണെന്നറിയണം. 1 മിനിറ്റ് 60 സെക്കൻഡ്. 15 മിനിറ്റ് 15 × 60 അല്ലേ? അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചോ. തീരെ അറിയത്തില്ലാത്ത കുട്ടികൾ, മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ 60 കൊണ്ട് ഗുണിക്കണം. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം മക്കളെ? 60 കൊണ്ട് ഗുണിക്കണം കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കണം. മണിക്കൂറിനെ മിനിറ്റ് ആക്കാനും എന്ത് ചെയ്യണം? മണിക്കൂറിനെ മിനിറ്റ് ആക്കാനും 60 കൊണ്ട് ഗുണിക്കണം. രണ്ടും 60 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ, തിരിച്ചാണെങ്കിൽ രണ്ടും 60 കൊണ്ട് ഹരിക്കുക എന്ന് വരും. അവറിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കണം, മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കണം. ഇനി തിരിച്ച് മിനിറ്റിനെ അവർ ആക്കാൻ 60 കൊണ്ട് ഹരിക്കണം, സെക്കൻഡിനെ മിനിറ്റ് ആക്കാനും 60 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇത് മാത്രം പഠിക്കുക. തിരിച്ചുള്ളത് ഹരിക്കുകയാണെന്ന് ഓർത്ത് വെക്കുക. മുന്നോട്ട് വരാം അടുത്ത ചോദ്യത്തിലേക്ക്. അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ് അല്ലേ? ഓക്കെ, അപ്പം നമുക്കറിയാം അബുവിൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സിൻ്റെ റേഷ്യോ 4:1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ മക്കളെ? അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. അപ്പോൾ ഇവരുടെ വയസ്സുകളുടെ റേഷ്യോ ഇപ്പോൾ 4:1 ആണ്. ശരി, ഇനി പറയുവാണ് 4 വർഷം മുൻപ് ഓക്കെ, 4 വർഷം മുൻപ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു?
അബുവിൻ്റെയും മകൻ്റെയും വയസ്സ് 7 മടങ്ങ് പ്രായം ഉണ്ടായിരുന്നു അബുവിന്. 7:1 ആയിരുന്നു വയസ്സിൻ്റെ റേഷ്യോ അല്ലേ. അപ്പോൾ അബുവിൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ 4:1 എന്ന റേഷ്യോയിലാണ്. അതായത് 4 മടങ്ങ് വയസ്സ്. 4 വർഷം മുൻപ് അത് 7:1 ആയിരുന്നു, 7 മടങ്ങ് വയസ്സുണ്ടായിരുന്നു അല്ലേ. എങ്കിൽ അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? മക്കളെ, ഇത് എപ്പോഴും ഏജിൽ നിന്ന് വരുന്ന ഒരു കോമൺ ക്വസ്റ്റ്യനാണ്. ഏജിൻ്റെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യനാണിത്. ഓക്കെ, ഇത് ചെയ്യാനുള്ള ടെക്നിക്ക് കാണാതെ പഠിച്ചു വെച്ചോ, എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ആദ്യത്തെ റേഷ്യോ എഴുതണം. ആദ്യത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 7:1. കാരണം ഇതാണ് അബുവിൻ്റെയും മകൻ്റെയും ആദ്യം ഉണ്ടായിരുന്ന വയസ്സുകളുടെ റേഷ്യോ അല്ലേ. എന്നിട്ട് ഇപ്പോഴത്തെ വയസ്സിൻ്റെ റേഷ്യോ 4:1 ആണ് അല്ലേ. ഒരെണ്ണം 4 വർഷം മുമ്പത്തെ, അത് വേണം ആദ്യം എഴുതാൻ. ആദ്യമുള്ള റേഷ്യോ ആദ്യം എഴുതണം. ഒരെണ്ണം പ്രസൻറ്റ് റേഷ്യോ. ഓക്കെ, ഈ 2 റേഷ്യോകൾ തമ്മിൽ 4 വർഷത്തെ ഗ്യാപ്പാവുള്ളത്. 4 വർഷത്തെ ഗ്യാപ്പ്. അപ്പോൾ എപ്പോഴും റേഷ്യോ എടുത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ മക്കളെ? പഴയ റേഷ്യോ വേണം ആദ്യം എഴുതാൻ. ഇപ്പോൾ പ്രസൻറ്റും പാസ്റ്റും അല്ലേ തന്നേക്കുന്നത്, അപ്പോൾ പാസ്റ്റ് വേണം ആദ്യം എഴുതാൻ. പ്രസൻറ്റും ഫ്യൂച്ചറും റേഷ്യോസാണ് തന്നേക്കുന്നെങ്കിൽ പ്രസൻറ്റ് വേണം ആദ്യം എഴുതാൻ. ആദ്യമുള്ള റേഷ്യോ ആദ്യം എഴുതണം. അപ്പോൾ 7:1 4 വർഷം മുമ്പത്തെയാണ്, അത് വേണം ആദ്യം എഴുതാൻ. 4:1 ഇപ്പോഴത്തെ പ്രസൻറ്റാണ്, അത് വേണം രണ്ടാമത് എഴുതാൻ. ഓക്കെ, രണ്ടും തമ്മിൽ 4 വർഷത്തെ വ്യത്യാസം. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത്, ഒരു റേഷ്യോ എന്ന് പറയുന്നത് എത്ര വയസ്സിന് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം. ഒരു റേഷ്യോ ഏതിന് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള മാർഗം, നമ്മൾ വർഷങ്ങളുടെ വ്യത്യാസം എടുക്കുക, 4 ഇൻറ്റു താഴെ കിടക്കുന്ന റേഷ്യോയുടെ ഡിഫറൻസ്. ഇതാണ് താഴെ കിടക്കുന്ന റേഷ്യോ ഡിഫറൻസ്. എപ്പോഴും അത് കണ്ടുപിടിക്കുക. 3 ഡിവൈഡഡ് ബൈ, ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് എടുക്കുക. മക്കളെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് 7 × 1 7 മൈനസ് 4 × 1 4. അത് നമ്മൾ വ്യത്യാസം എത്രയാണ്? 3 കിട്ടും. കണ്ടോ? അപ്പോൾ ഈ 3 വെട്ടിപ്പോയി നമുക്ക് ഒരു റേഷ്യോ 4 കിട്ടും. ഒരു റേഷ്യോ 4 തുല്യമാണെങ്കിൽ 7 റേഷ്യോ എന്ന് പറഞ്ഞാൽ 7 4 28. ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 4. അപ്പം ഈ അബുവിൻ്റെയും മകൻ്റെയും 4 വർഷം മുമ്പത്തെ റേഷ്യോ അല്ലേ 7:1. അപ്പോൾ ആ സമയത്തെ വയസ്സുകൾ 7 4 28 4. 4 വർഷം മുമ്പത്തെ വയസ്സുകൾ 28 4 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സുകൾ കാണാൻ ഇവരുടെ വയസ്സുകളോട് 4 കൂട്ടിയാൽ പോരെ. അപ്പോൾ അബുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കാണാൻ 28 + 4 ചെയ്യേണ്ടി വരും. ആണോ? 28 + 4 മക്കളെ, നമ്മുടെ ആൻസർ 32 എന്നാണ് കിട്ടുന്നത് കേട്ടോ. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് 32. ചെയ്ത മെത്തേഡ് ഒന്നുകൂടെ പറയാം, വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേട്ടോണേ. അതായത് അബു ഉണ്ട്, മകനുണ്ട്. അവരുടെ വയസ്സിൻ്റെ റേഷ്യോ 4:1 ആണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 വർഷം മുന്നേ അത് 7:1 ആയിരുന്നു. 7 മടങ്ങ് പ്രായമുണ്ടെന്ന് പറഞ്ഞാൽ 7:1 ആയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. 4 വർഷം മുന്നേ അത് 7:1 ആയിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ശരി, എന്തെങ്കിലും ആട്ടെ. ഇത്തരം കണക്കുകൾ ഈ ഏജിൻ്റെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ്. 2 റേഷ്യോ തരുന്ന ചോദ്യങ്ങൾ. ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ നമ്മളൊരു ടെക്നിക്ക് പഠിക്കുക. ആ ടെക്നിക്കാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. അതായത് ആദ്യം പഴയ റേഷ്യോ എഴുതണം. അതായത് 4 വർഷം മുമ്പത്തെ എല്ലാ കണക്കിലും ഇങ്ങനെയാണ്, അത് 7:1. അത് കഴിഞ്ഞ് പ്രസൻറ്റ് റേഷ്യോ എഴുതി. ഓക്കെ അല്ലേ? ഇവ തമ്മിൽ 4 വർഷത്തെ വ്യത്യാസം. ഇനി ഒരു റേഷ്യോ എത്ര വാല്യൂവിന് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് എല്ലാ കണക്കിലും ഇങ്ങനെയാണ്. വർഷങ്ങളുടെ വ്യത്യാസം എടുത്തു, അത് 4 ആണോ. ഇനി എപ്പോഴും എല്ലാ കണക്കിലും താഴെ കിടക്കുന്ന റേഷ്യോ ഡിഫറൻസ് എടുക്കണം, അത് 3. ഓക്കെ, ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് 7 × 1 7 4 × 1 4 7 4 നമ്മൾ ഡിഫറൻസ് 3. എല്ലാ കണക്കിലും ഇങ്ങനെ ചെയ്യുക. 3 വെട്ടിപ്പോയി ഒരു റേഷ്യോ 4 തുല്യമാണെന്ന് കിട്ടി. ഈ 4 കൊണ്ട് എപ്പോഴും ആദ്യത്തെ റേഷ്യോയെ ഗുണിക്കണം. ആ റേഷ്യോ ഏത് സമയത്താണോ ആ സമയത്തെ വയസ്സുകൾ കിട്ടും. 7 കൊണ്ട് 4 ഗുണിച്ച് 28, 7 കൊണ്ട് 1 ഗുണിച്ച് 4. അപ്പോൾ അബുവിൻ്റെയും മകൻ്റെയും 4 വർഷം മുമ്പുള്ള വയസ്സുകൾ 28 4. പെർസെൻറ്റേജസ് കാണാൻ 4 കൂട്ടി പറഞ്ഞാൽ പോരെ. അബുവിൻ്റെ പ്രസൻറ്റ് ഏജ് 28 + 4 32 കിട്ടും. ശരി, ഇനി നോർമലായിട്ട് 7x 1x + 4 + 4 എന്നൊക്കെ എടുത്ത് ചെയ്യാവേ.
ഇത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഇത്തരം ചോദ്യങ്ങളിൽ, ഏജിൻ്റെ റേഷ്യോയുടെ ചോദ്യങ്ങളിൽ. അതുകൊണ്ട് ഇത് പഠിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. മുന്നോട്ട് വരാം. അടുത്ത ചോദ്യം. ഇത് നമുക്കിങ്ങനെ സാധാരണ കാണാറുള്ളതല്ല ഇത്തരം ചോദ്യങ്ങൾ. ഇത് SSCയുടെ ഒക്കെ ലെവൽ ചോദ്യമാണ്. ചോദ്യം സിമ്പിളാണ്, പക്ഷേ ഇങ്ങനെ ഫിഗർ വെച്ചുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് സാധാരണ PSCക്ക് ഇല്ല. സോ ഈ തവണ എക്സാമിന് വന്നു. അതായത് ഈ തന്നിരിക്കുന്നതിൽ നിന്ന് ഈ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവിടെ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്തേ? ഒന്നുമില്ല മക്കളെ. ഈ 8ഉം ഈ 3ഉം ഈ 4ഉം കൂടെ ഗുണിക്കുന്നതാണ് 96. 8 × 3 × 4 ആണ് 96. കണ്ടോ? അതുപോലെ ഈ 4ഉം ഈ 6ഉം ഈ 1ഉം കൂടെ ഗുണിക്കുന്നതാണ് 24. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 72 കിട്ടാൻ ഈ 8ഉം ഈ 9ഉം ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടുത്തെ സംഖ്യയും ഗുണിക്കുമ്പോൾ 72 കിട്ടണം. 9×8 തന്നെ 72 വന്നു. ഇനി ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ 1 വന്നാലല്ലേ ആൻസർ ശരിയാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി എന്ന് കിട്ടും. പുറത്ത് കിടക്കുന്ന 3ഉം ഗുണിക്കുമ്പോൾ അകത്ത് 72 കിട്ടണം. 8ഉം 9ഉം ഗുണിക്കുമ്പോൾ തന്നെ 72 കിട്ടി. ഇനി ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ 1 വന്നാലേ ആൻസർ കറക്റ്റ് ആവത്തുള്ളൂ. ആൻസർ ഓപ്ഷൻ ഡി 1 കിട്ടും. മുന്നോട്ട് വരാം. അടുത്ത ചോദ്യം. ഇതൊരു നല്ല ചോദ്യമാണേ. അതായത് 76, 54, 32, 5. ഇതൊരു വലിയ സംഖ്യയാണ് അല്ലേ? ഈ സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പം എത്ര ശിഷ്ടം കിട്ടുമെന്നാണ് ചോദ്യം. മക്കളെ, 11 കൊണ്ട് ഹരിക്കുമ്പം എത്ര ശിഷ്ടം കിട്ടും എന്നറിയാൻ ഇതിൻ്റെ ഒന്നിടവിട്ട സ്ഥാനത്തെ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുക. ആദ്യം 7ഉം 5ഉം ഒന്നിടവിട്ട സ്ഥാനത്തെ സംഖ്യയെല്ലാം കൂട്ടാൻ പോവുകയാണ്. 7ഉം 5ഉം കൂടെ കൂട്ടുമ്പം 12, 12ഉം 3ഉം 15, 15ഉം 5ഉം 20 കിട്ടും. ഓക്കെ, എന്നിട്ട് മൈനസ് ചിഹ്നം ഇടുക. ഇനി അടുത്ത ബാക്കിയുള്ള സംഖ്യകൾ കൂട്ടുക. 6ഉം 4ഉം 10, 10ഉം 2ഉം 12. ബാക്കിയുള്ളതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 12 കിട്ടി അല്ലേ? 20 - 12 നമുക്ക് 8 കിട്ടി. മക്കളെ, ഈ 8 ആയിരിക്കും 11 കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള ശിഷ്ടം. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. 11 കൊണ്ട് ഹരിക്കുമ്പം ഉള്ള ശിഷ്ടം കണ്ടുപിടിക്കാൻ ഒന്നിടവിട്ട സ്ഥാനത്തെ തുകകളുടെ വ്യത്യാസം എടുത്താൽ മതി. ഒന്നിടവിട്ട സ്ഥാനത്തെ സംഖ്യകളുടെ തുകകളുടെ വ്യത്യാസം എടുത്താൽ മതി. തുകകളുടെ വ്യത്യാസം ടെക്നിക്ക് മനസ്സിലായല്ലോ? ഇതൊന്ന് കാണാതെ മനസ്സിലാക്കി പഠിച്ചോണം. ഒരു സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടുമെന്നറിയാൻ ഒന്നിടവിട്ട സ്ഥാനത്തെ സംഖ്യകളുടെ തുകകളുടെ വ്യത്യാസം എടുത്താൽ മതി. തുകകളുടെ വ്യത്യാസം 11ൽ കുറവാണെങ്കിൽ അത് തന്നെ ഉത്തരം. ഇനി 11ൽ കൂടുതലാണെങ്കിൽ അതിനെ വീണ്ടും ഒന്നും കൂടെ 11 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം കണ്ടാൽ മതി. ഒന്നുകൂടെ പറയാം. നിങ്ങൾ ഒന്നിടവിട്ട സ്ഥാനത്തെ തുകകളുടെ വ്യത്യാസം എടുക്കണം. വ്യത്യാസം 11ൽ കുറവാണെങ്കിൽ അത് തന്നെ ഉത്തരം. ഓക്കെ, 11ൽ കൂടുതൽ. ഇപ്പോൾ എക്സാമ്പിൾ 13 എന്നാ വ്യത്യാസം കിട്ടിയെന്ന് വിചാരിക്കുക. വ്യത്യാസം 13 എന്നാ കിട്ടിയെങ്കിൽ ഇതിനെ വീണ്ടും 11 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം കണ്ടാൽ മതി. ഇതിനെ വീണ്ടും 11 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര കിട്ടും? 2 കിട്ടും. അങ്ങനെ വന്നാൽ ചെയ്യുന്ന കാര്യം പറഞ്ഞ് ഈ കേസിൽ 11ൽ കുറവായതുകൊണ്ട് ഉത്തരം 8 തന്നെയാണ്. മക്കളെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ? ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അതായത് ഒന്നുമില്ല, ഒരു സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും എന്നറിയാൻ ഒന്നിടവിട്ട സ്ഥാനങ്ങളിലെ തുകകളുടെ വ്യത്യാസം എടുക്കുക. ആ വ്യത്യാസം 11ൽ കുറവാണെങ്കിൽ അതായിരിക്കും ശിഷ്ടം. ആ വ്യത്യാസം 11ൽ കൂടുതലാണെങ്കിൽ ആ സംഖ്യയെ ഒന്നും കൂടെ 11 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാ? ആൻസർ 8 ആണ്. ശരി, 12ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. എന്താ മക്കളെ സമഭുജ ത്രികോണത്തിൻ്റെ പ്രത്യേകത? എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണങ്ങളാണ് എന്ത്? സമഭുജ ത്രികോണങ്ങൾ. അങ്ങനെയല്ലേ പഠിച്ചേ? ആണ്. സോ അതിൻ്റെ ഒരു വശം A ആണ്. ആണോ? അപ്പോൾ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 3A അല്ലേ? ഈ ചുറ്റളവ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 12.9 തന്നിട്ടുണ്ട്. ആണോ? എങ്കിൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം. ഒരു വശത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ A ആണ്. A കാണാൻ 12.9 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി അല്ലേ മക്കളെ? ആൻസർ 4.3 എന്ന് കിട്ടും അല്ലേ? ആൻസർ ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ് കിട്ടുന്നത്? എന്തെങ്കിലും സംശയമുണ്ടോ ഞാൻ ചെയ്തതിൽ? അതായത് സമഭുജ ത്രികോണത്തിൻ്റെ പ്രത്യേകത ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എല്ലാ വശങ്ങൾക്കും തുല്യ നീളം. അതിൻ്റെ ചുറ്റളവിൻ്റെ ഇക്വേഷൻ 3A ആണ്. ചുറ്റളവ് 12.9 ആണെങ്കിൽ 3A 12.9. അപ്പോൾ A കണ്ടുപിടിക്കാൻ 12.9 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും അല്ലേ? ആൻസർ 4.3 എന്ന് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു സംഖ്യയിൽ നിന്നും സംഖ്യ ഞാൻ X എന്നെടുത്തു. അതിൻ്റെ 8ൽ 3 കുറച്ചു. ആണോ? വീണ്ടും 8ൽ 1 കുറച്ചു.
ഓക്കെ, അപ്പോൾ കിട്ടിയ ഉത്തരം 12-ൽ 5ആണ്. 12-ൽ 5ആണ്. എങ്കിൽ ആദ്യത്തെ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒരു സംഖ്യ ഞാൻ എക്സ് എന്ന് എടുത്തു. ആ സംഖ്യയിൽ നിന്നും 8-ൽ 1 കുറച്ചു എന്ന് പറഞ്ഞപ്പം ആ സംഖ്യ -8-ൽ 3. 8-ൽ 3 കുറച്ചു എന്ന് പറയുമ്പം ആ സംഖ്യ -8-ൽ 3 എന്ന് എഴുതി. ക്ലിയർ ആണോ? അതിൽ നിന്ന് വീണ്ടും എന്ത് കുറച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്? അതിൽ നിന്ന് വീണ്ടും 1/8 കുറച്ചു. സോ മൈനസ് വേണമെങ്കിൽ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടാം കേട്ടോ. ബ്രാക്കറ്റ് ഇടുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്ക് ബ്രാക്കറ്റ് ഇട്ടേക്കാം. അതിൽ നിന്ന് വീണ്ടും 1/8 കുറച്ചപ്പം 5/12 കിട്ടും. എങ്കിൽ ആദ്യത്തെ സംഖ്യ എന്ന ചോദ്യം. ഓക്കെ, ഒന്നുമില്ല മക്കളെ, ചെയ്യാൻ സിമ്പിൾ പരിപാടിയല്ലേ. ഇവന്മാരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം, ഇവനെയും കൊണ്ടുപോകണം, ഇവനെയും കൊണ്ടുപോകണം. അപ്പോൾ രണ്ടവന്മാരും പ്ലസ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ x എങ്ങനെ വരും? 5/12 അവിടെ തന്നെ നിൽക്കും. ആണോ? ഈ -3/8 എന്നുള്ളത് +3/8 എന്നാവും. -1/8 എന്നുള്ളത് +1/8 എന്നായിട്ട് മാറും അല്ലേ. s എങ്ങനെ വരും? നമ്മൾ സോൾവ് ചെയ്യുമ്പം ദേ മക്കളെ, ഇത് ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടിയാൽ പോരുന്നേ. അപ്പോൾ 5/12 അങ്ങനെ തന്നെ എഴുതി. ഈ 3/8 + 1/8 എന്ന് പറഞ്ഞാൽ 4/8 എന്ന് കിട്ടും. ആണോ? 4/8 ഒന്നുകൂടെ ചെറുതാക്കാമല്ലോ നമുക്ക്. 5/12 + 4/8 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. സോറി, 1/2 ആണ്. ഇതിൻ്റെ ഉത്തരം കാണാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 10 + 12 22 / 24 എന്ന് വരും. ആൻസർ വെട്ടിക്കളയുമ്പോൾ 11 / 12 എന്ന് വരും. സോ ആൻസർ 11 / 12 ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ് മക്കളെ കറക്റ്റ്. ഭിന്നസംഖ്യകളിൽ നിന്നുള്ള ചോദ്യമായിരുന്നു അല്ലേ. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. 3/8-ഉം 1/8-ഉം കൂട്ടിയാൽ ഡിനോമിനേറ്റർ ഒരേപോലെയാണ്, ന്യൂമറേറ്റർ കൂട്ടിയാൽ മതി. 4/8 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 5/12 + 1/2 എന്ന് വരും. നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 2 10 + 12 × 1 12. 10 + 12 ഒരുമിച്ച് 22 എന്ന് എഴുതി. താഴെ 12 × 2 ഗുണിക്കുമ്പോൾ 24. 2 വെച്ച് വെട്ടിക്കളയുമ്പോൾ 11/12 എന്ന് ആൻസർ കിട്ടുവേ. അടുത്തൊരു ചോദ്യം സിമ്പിൾ ചോദ്യമായിരുന്നു. 1.25 -0.25 അല്ലേ, ഓൾ ഡിവൈഡഡ് ബൈ 1.25 + 0.75. ഇതിൻ്റെ ഉത്തരം കാണാനല്ലേ മക്കളെ, എളുപ്പമല്ലേ ചോദ്യം. 1.5-ൽ നിന്ന് 1.25-ൽ നിന്ന് 4 കുറച്ചു. 1.25-ൽ നിന്ന് 0.25 കുറച്ചാൽ ബാക്കി 1 ഡിവൈഡഡ് ബൈ 1.25-നോട് 0.75 കൂട്ടിയാൽ 2 അല്ലേ. ആൻസർ 1/2 എന്നാണ് കിട്ടുന്നത്. 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ. എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ. സോ ആൻസർ ഓപ്ഷൻ ബി എന്ന് കിട്ടും. കണ്ടോ, സിമ്പിൾ ചോദ്യമല്ലേ. ആണ്. അടുത്ത ചോദ്യം, തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510, നടുവിലത്തെ സംഖ്യ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തുടർച്ചയായ 5 സംഖ്യകൾ എഴുതിയാൽ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് ഈ നടുവിലത്തെ സംഖ്യയായിരിക്കും. നടുവിലത്തെ സംഖ്യയായിരിക്കും എന്ത്? ശരാശരി. തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എപ്പോഴും അതിൻ്റെ നടുക്കത്തെ സംഖ്യയായിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ തുടർച്ചയായ 5 സംഖ്യകളെന്നാണ്. തുടർച്ചയായ 5 സംഖ്യകളുടെ ശരാശരി എന്താ? അതിൻ്റെ നടുവിലത്തെ സംഖ്യ, അതായത് മൂന്നാമത്തെ സംഖ്യയായിരിക്കും. ആണോ? ഇനി ശരാശരി കണ്ടുപിടിച്ചാൽ മൂന്നാമത്തെ സംഖ്യ കിട്ടും. അപ്പം നടുവിലത്തെ സംഖ്യ എന്ന് ചോദിച്ചാൽ നടുവിലത്തെ സംഖ്യയാണ് ശരാശരി. അപ്പോൾ ശരാശരി എത്രയാണോ അതാണ് നടുവിലത്തെ സംഖ്യ. ശരാശരി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് അല്ലേ. സംഖ്യകളുടെ എല്ലാം തുക ഓൾറെഡി തന്നിട്ടുണ്ട്. തുക എത്രയാണ് മക്കളെ? 510. എണ്ണം എത്രയാണ് മക്കളെ? 5. കണ്ടോ, ആൻസർ 102 എന്ന് കിട്ടും അല്ലേ. 102 എന്ന് കിട്ടും. ആൻസർ 102 ആണ് കറക്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എനിക്ക് തോന്നുന്നു എക്സാമിന് ഇതിന് കറക്റ്റ് ഉത്തരവില്ലായിരുന്നു. ഞാനിവിടെ ഓപ്ഷൻ കറക്റ്റ് ചെയ്ത് എഴുതിയേക്കുന്നതാണ്. എക്സാമിന് വന്നപ്പോൾ കറക്റ്റ് ആൻസർ കൊടുത്തില്ലായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ക്യാൻസലാകും എക്സാമിന് വന്നപ്പോൾ. ഞാനിത് ഓപ്ഷൻ എഡിറ്റ് ചെയ്ത് എഴുതിയേക്കുന്നതാണ്. ഓപ്ഷൻ ഡി 105 മറ്റോ ആണ് കിടന്നത്. അത് ഞാൻ ശരിയാക്കി എഴുതിയതാണ് കേട്ടോ. ഓക്കെ, എക്സാമിന് ഈ ചോദ്യത്തിന് ആൻസർ ഇല്ലായിരുന്നു. ഓക്കെ, ആൻസർ കറക്റ്റ് ഏതാ? 102 കേട്ടോ. 102 ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 5 സംഖ്യകൾ, തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി നടുക്കത്തെ സംഖ്യ. അപ്പോൾ നടുക്കത്തെ സംഖ്യ കാണാൻ പറഞ്ഞാൽ ശരാശരി കണ്ടാൽ മതി. ശരാശരി കാണാൻ തുക ബൈ എണ്ണം ചെയ്താൽ മതി. തുകയും എണ്ണവും ചോദ്യത്തിലുണ്ട്. ആൻസർ 102. ശരി, നമുക്ക് 16ാമത്തെ ചോദ്യം. 2 ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ്. വീതി യഥാക്രമം 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്ററുമാണ്. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ് അല്ലേ.
അപ്പം നമുക്കറിയാം ആ 2 ചതുരങ്ങളാണ് മക്കളെ. ആദ്യത്തെ ഒരു ചതുരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നീളവും വീതിയൊക്കെ എത്രയാണ്? അതിൻ്റെ നീളം 12 സെൻറ്റിമീറ്റർ, അതിൻ്റെ വീതി 6 സെൻറ്റിമീറ്റർ. ഓക്കെ. രണ്ടാമതൊരു ചതുരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നീളം എത്രയാണ് മക്കളെ? നീളം 10 സെൻറ്റിമീറ്റർ, അതിൻ്റെ വീതി എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണോ? എന്നിട്ട് പരപ്പളവുകൾ, അതായത് വിസ്തീർണങ്ങളുടെ അംശബന്ധം കാണണം. നമുക്കറിയാം എത്രയാണ് ചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ? L/B, നീളം ഗുണം വീതി എന്നുള്ളതാണ് ചതുരത്തിൻ്റെ വിസ്തീർണം. അപ്പോൾ ആദ്യത്തെ ചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 12 × 6 ആണ്. ആണോ? ഇതാണ് ആദ്യത്തെ ചതുരത്തിൻ്റെ വിസ്തീർണം. രണ്ടാമത്തേതിൻ്റെ വിസ്തീർണം 10 × 8 ആണ്. അല്ലേ മക്കളെ? യെസ്. അപ്പം ഇത് എത്ര കിട്ടും? 72 ഈസ്റ്റു ഇത് എത്ര കിട്ടും? 80 ആണോ? നമുക്ക് 8 വെച്ച് അങ്ങ് വെട്ടിക്കളയുവാണെങ്കിൽ ഇത് 9 തവണ, ഇത് 10 തവണ. ആൻസർ 9:10 എന്നാ വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, മുന്നോട്ട് വരാം. അടുത്ത ചോദ്യം. 2 × 5 × 7 × 4 × 2 × 5 × 7 എന്നതിൻ്റെ വർഗ്ഗമൂലം എത്ര? വർഗ്ഗമൂലം കാണുക എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് കാണുക എന്നർത്ഥം. സ്ക്വയർ റൂട്ട് ഓഫ് 2 × 5 × 7 × 4 × 2 × 5 × 7 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ലേ മക്കളെ? വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. അപ്പം ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പരമാവധി അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? 2നെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, 5നെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, 7നെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, 4നെ സ്പ്ലിറ്റ് ചെയ്യാം. 2 × 2 അല്ലേ? വീണ്ടും ഒരു 2 ഉണ്ട്, അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. 5 പറ്റില്ല, 7 പറ്റില്ല. പരമാവധി സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ഇനി റൂട്ടിൻ്റെ അകത്ത് 2 എണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണത്തെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്താം. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയേ, ഇവിടെ റൂട്ടിൻ്റെ അകത്ത് ഇവിടെ ഒരു 2 കിടപ്പുണ്ട്, ഇവിടെ 2. ഈ 2ൽ നിന്ന് ഒരു 2നെ റൂട്ടിൻ്റെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്തി. ഓക്കെ, ഇൻറ്റു. ഇനി റൂട്ടിൻ്റെ അകത്ത് 2 5 ഉണ്ട്. നോക്കിയേ, ഇതൊരു 5, ഇതൊരു 5. 2 5ൽ നിന്ന് ഒരു 5നെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്തി. ഇൻറ്റു. ഇനി റൂട്ടിൻ്റെ അകത്ത് 2 7 ഉണ്ട്. ഇതൊരു 7, ഇതൊരു 7. 2 7ൽ നിന്ന് ഒരു 7നെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്തി. ആണോ? ഇൻറ്റു. ഇനി റൂട്ടിൻ്റെ അകത്ത് 2 2 കിടപ്പുണ്ട്. ഇതൊരു 2, ഇതൊരു 2. ശരിയില്ല, അവനെ പുറത്തെടുത്ത് ഒരെണ്ണത്തെ രക്ഷപ്പെടുത്തി. അപ്പം റൂട്ടിൻ്റെ അകത്ത് 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം പുറത്ത് അടിക്കാം. ഇത് ഗുണിക്കുന്നതായിരിക്കും മക്കളെ നമ്മുടെ ഉത്തരം. അല്ലേ? റൂട്ടിൻ്റെ അകത്ത് നിന്ന് 2 എണ്ണം ഉണ്ട്, അതിൽ നിന്ന് ഓരോന്നിനെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്തി ഗുണിച്ച ഉത്തരവായി. സോ 14 × 10 140 എന്ന് കിട്ടും ഈ ചോദ്യത്തിൻ്റെ ആൻസർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് മക്കളെ. അപ്പോൾ എപ്പോഴും ഓർക്കുക, റൂട്ടിൻ്റെ അകത്ത് 2 എണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണത്തെ രക്ഷപ്പെടുത്താം. റൂട്ടിൻ്റെ അകത്ത് 2 5 ഉണ്ടെങ്കിൽ ഒരു 5നെ റൂട്ടിൽ നിന്ന് പുറത്ത് ചാടിക്കാം. കണ്ടോ? അങ്ങനെ പുറത്ത് ചാടിച്ച് ഗുണിക്കുന്നതായിരിക്കും ഉത്തരം. ഇതിങ്ങനെ ചോദ്യം വരാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോണം ചെയ്യുന്ന രീതി കേട്ടോ. ഓക്കെ, ഇനി 18ാമത്തെ ചോദ്യം ലാഭവും നഷ്ടവും എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. ഇതാണ് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടെങ്കിലും വന്ന ഒരു ചോദ്യം എന്ന് പറയാം. 1500 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. ആണോ മക്കളെ? അപ്പം 1500 രൂപ പരസ്യവില എന്ന് പറഞ്ഞാൽ ആ സാരിയിൽ എഴുതി വെച്ച വിലയാണ്, അതിൻ്റെ ഒറിജിനൽ വിലയല്ലത്. നമ്മൾ വിൽക്കുമ്പോൾ MRP എഴുതി വെച്ച വില 1500. ഇതിൽ നിന്ന് 8% ഡിസ്കൗണ്ടോടെയാണ് കച്ചവടക്കാരൻ വിറ്റത്. അപ്പോൾ വിറ്റ വില എത്രയാണെന്ന് കണ്ടുപിടിക്കുക ആദ്യം. ശരിയാണോ മക്കളെ? വിറ്റ വില കണ്ടുപിടിക്കുക ആദ്യം. അല്ലേ? 1500 രൂപയിൽ നിന്ന് 8% വില കുറച്ച് വിറ്റു. അപ്പോൾ 1500ൻ്റെ 8% വില കുറച്ച് വിറ്റു എന്ന് പറഞ്ഞാൽ എത്ര രൂപയ്ക്കാണ് വിറ്റതെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കറിയാം 1500ൻ്റെ 1% 15. അപ്പോൾ 8% എന്ന് പറഞ്ഞാൽ 15 × 8 120 രൂപയാണ്. അപ്പോൾ 8% വില കുറച്ച് വിറ്റു എന്ന് പറഞ്ഞാൽ 120 രൂപ കുറച്ച് വിറ്റു എന്ന് അർത്ഥം. 1500ൻ്റെ 1% 15. അപ്പോൾ 8% 15 × 8 120. അപ്പോൾ 8% വില കുറച്ച് വിറ്റു എന്ന് പറഞ്ഞാൽ 1500ൽ നിന്ന് 120 രൂപ കുറച്ച് വിറ്റു എന്ന് അർത്ഥം. സോ മക്കളെ 1380 രൂപയ്ക്കാണ് വിറ്റത്. 1380 രൂപയ്ക്കാണ് വിറ്റത്. ഓക്കെ ആണോ? അപ്പോൾ വിറ്റ വില 1380 രൂപ. ഇനി 1380 രൂപയ്ക്ക് വിറ്റപ്പം അയാൾക്ക് 20% ലാഭം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം 120% എന്ന് പറയുന്നതാണ് 1380 രൂപ. അല്ലേ? വാങ്ങിയ വില അല്ലെങ്കിൽ ഒറിജിനൽ വില കാണാൻ 100% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? അതായത്
8% വില കുറച്ച് വിറ്റത് 1380 രൂപയ്ക്ക്. 1380 രൂപയ്ക്ക് വിറ്റിട്ടും അയാൾക്ക് 20% ലാഭമുണ്ട്. അപ്പം മുടക്ക് മുതലിൻ്റെ 120%മാണ് 1380. 100% എത്രയാണെന്ന് നോക്കി ഉത്തരവാകും. ഇതിൻ്റെ ഉത്തരം കാണാൻ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലേ? നമുക്കറിയാം 100 ഇൻറ്റു അല്ലേ 1380 ഡിവൈഡഡ് ബൈ 120 ചെയ്താൽ നമ്മുടെ ഉത്തരവായി. ശരിയാണോ? ഇത് സോൾവ് ചെയ്യുമ്പം നമുക്ക് എത്ര ആൻസർ കിട്ടുന്നേ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ. ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും എത്ര കിട്ടും എന്നൊക്കെ നോക്കി കണ്ടുപിടിച്ചേ. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാവുന്നേ? നമുക്ക് ഈ പൂജ്യവും വെട്ടിക്കളയാം. ഓക്കെ, നമുക്ക് ഈ 100ഉം 12ഉം കൂടെ അങ്ങ് വെട്ടിക്കളയാം. ആണോ? 12ൽ 2 6 തവണ, 100ൽ 2 50 തവണ. ശരിയാണോ? ഓക്കെ, ഇനി 6ഉം 138ഉം കൂടെ തട്ടിക്കളയാം അല്ലേ? 6 13ൽ 2 തവണ, ശിഷ്ടം 1 18ൽ 3 തവണ. ആണോ? അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 23 ഇൻറ്റു 50 എന്ന് കിട്ടും. 1150 1150 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ് മക്കളെ കറക്റ്റ്. ചെയ്തത് മനസ്സിലായോ? ലാഭവും നഷ്ടവും എന്നുള്ള പോർഷനിൽ നിന്നുള്ള ചോദ്യമായിരുന്നേ. ഓട്ടെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? അതായത് 1500 രൂപ എഴുതി വെച്ച വിലയിൽ നിന്ന് 8% വില കുറച്ച് വിറ്റു. അപ്പോൾ 1500ൻ്റെ 8% കുറച്ചു നോക്കി നമ്മൾ എത്ര കിട്ടുന്നു. അപ്പോൾ 1500ൻ്റെ 1% 15, 8% 120 രൂപ. അപ്പോൾ വിറ്റ വില എന്ന് പറഞ്ഞാൽ 1500 മൈനസ് 120 1380 രൂപയാണ്. 1380 രൂപയ്ക്ക് വിറ്റിട്ടും അയാൾക്ക് 20% ലാഭം കിട്ടി. അപ്പം 120% എന്ന് പറയുന്നതാണ് 1380. യഥാർത്ഥ വില കാണാൻ 100% കാണണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. സോൾവ് ചെയ്യാൻ നേരത്ത് ആദ്യം ഈ പൂജ്യം വെട്ടിക്കളഞ്ഞു. ഇനി 12ഉം 100ഉം ഈ 2 വെച്ച് വെട്ടി 50ഉം 6ഉം 138ഉം കൂടെ വെട്ടി. 6 13ൽ 2 തവണ 12 വരെ, ശിഷ്ടം 1 18ൽ 3 തവണ. 23 ഇൻറ്റു 50 1150 ഉത്തരം. ഇനി ഒരു ബോഡ് മാസിൻ്റെ ചോദ്യമാണ് അല്ലേ? +8 എന്നുള്ളത് നമുക്ക് 8 എന്ന് തന്നെ എഴുതാമല്ലോ. ഇൻറ്റു +12 എന്നുള്ളത് 12 എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഡിവൈഡഡ് ബൈ +4 എന്നുള്ളത് 4 എന്നങ്ങ് എഴുതാം. ഇൻറ്റു -6 എന്നുള്ളത് -6 എന്നങ്ങ് എഴുതാം. ഓക്കെ അല്ലേ? ആണ്. ഇപ്പം +8 എന്നുള്ളത് 8 +8 എന്ന് തന്നെ അർത്ഥം. അപ്പോൾ അത് പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ബോഡ് മാസ് റൂൾ അനുസരിച്ച് ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ അല്ലേ? ആണ്. അപ്പോൾ 8 ഇൻറ്റു നമ്മൾ 12/4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 3 കിട്ടും. ഇൻറ്റു -6 എന്ന് വരും അല്ലേ മക്കളെ? ഇനിയിപ്പോൾ എല്ലാം ഗുണിക്കാനല്ലേ? നേരെ എല്ലാം കൂടെ ഗുണിച്ചാൽ പോരെ? n3 24 ആണോ? n3 24ഉം പിന്നെ ഏതും കൂടെ ഗുണിക്കണം? 6ഉം കൂടെ ഗുണിക്കണം. സോ 144 കിട്ടും നമ്മുടെ ആൻസർ. മൈനസ് ചിഹ്നം ഉള്ളതുകൊണ്ട് -144. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഹരിക്കുന്ന സ്റ്റെപ്പ് ആദ്യം ചെയ്തു. ഹരിക്കുന്നതിൻ്റെ ഉത്തരം നമുക്ക് 3 എന്ന് കിട്ടി. പിന്നെ 8 ഇൻറ്റു 3 ഇൻറ്റു -6, 8ഉം 3ഉം 24, 24 ഇൻറ്റു 6 144, മൈനസ് ചിഹ്നം കൊണ്ട് മൈനസ് ഇട്ടു. ഇതും അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് വന്ന ഒരു ചോദ്യമാണ്. 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ. അപ്പോൾ ട്രെയിനിൻ്റെ നീളം തന്നിട്ടുണ്ട് മക്കളെ 160 മീറ്റർ. യെസ്, 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ. സോ ഇത് നമ്മുടെ ട്രെയിനാണ്. നീളം 160 മീറ്റർ. ഓക്കെ, 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം. 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇത് 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കും. ഓക്കെ, എങ്കിൽ പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? മറികടക്കുന്നു, ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു എങ്കിൽ പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? അതായത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കും എങ്കിൽ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എത്ര സമയം എടുത്തു എന്നാണ് ചോദ്യം. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളെ വെറും 8 സെക്കൻഡ് കൊണ്ട് കടന്നു പോകും. പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എത്ര സമയം എടുക്കും? ഇത് സിമ്പിൾ ചോദ്യം, കാണുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും. നിങ്ങളൊന്ന് ആലോചിച്ചേ, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളെ കടന്നു പോകാൻ 8 സെക്കൻഡ് എടുത്തു എന്നല്ലേ പറഞ്ഞേക്കുന്നത്? നമുക്കറിയാം പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളെ കടന്നു പോകാൻ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം ട്രെയിനിൻ്റെ നീളമല്ലേ? അപ്പം 160 മീറ്ററാണ് ട്രെയിനിൻ്റെ നീളം. ഈ 160 മീറ്റർ സഞ്ചരിക്കാനാണ് 8 സെക്കൻഡ് സമയമെടുത്തത്.
ഇനി പ്ലാറ്റ്ഫോം കടന്നു പോകണമെങ്കിൽ അവിടെ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും ട്രെയിനിൻ്റെ നീളവും കൂടെ സഞ്ചരിക്കണം. 200 + 160 360 മീറ്റർ സഞ്ചരിക്കണം. അപ്പോൾ 360 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം എന്ന് കണ്ടുപിടിച്ച ഉത്തരവായില്ലേ? ആളെ കടന്നു പോകാൻ, ഇതാണ് നമ്മുടെ ആളെ കടന്നു പോകാൻ 8 സെക്കൻഡ്. ആളെ കടന്നു പോകുമ്പോൾ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം ട്രെയിനിൻ്റെ നീളം. അപ്പോൾ 160 മീറ്റർ നീളമുള്ള ട്രെയിനിൻ്റെ നീളം കവർ ചെയ്യാൻ 8 സെക്കൻഡ് വേണം ആണ്. ഇനി അതേ ട്രെയിൻ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എത്ര സമയം വേണമെന്നാണ്. പ്ലാറ്റ്ഫോം കടന്നു പോകണമെങ്കിൽ അവിടെ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം ട്രെയിനിൻ്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ നീളമാണ്. അതായത് 360 മീറ്റർ സഞ്ചരിക്കണം. 160 മീറ്റർ സഞ്ചരിക്കാൻ 8 സെക്കൻഡ്, 360 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്ന് കണ്ടുപിടിക്കാം. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ആണോ മക്കളെ? 360 × 8 ഡിവൈഡഡ് ബൈ 160 നമ്മുടെ ഉത്തരം. ഇവനെയും തട്ടിക്കളയാം. 20, ഇതും തട്ടിക്കളയാം. 36/2 ആൻസർ 18 സെക്കൻഡ് എന്ന് വരും. നമ്മുടെ ആൻസർ 18 സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യങ്ങൾ. 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മക്കളെ, ക്ലാസ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. LGS പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. എന്നാലേ നമുക്ക് ഓരോ സീസണിൽ വരുന്ന ചോദ്യങ്ങൾ പരിചയപ്പെടാനും അതനുസരിച്ച് പെർഫോം ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പം എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികളൊക്കെ അവർക്ക് കിട്ടിയ മാർക്കുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ എക്സാംസ് നടന്ന് കഴിയുമ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ഓരോ ദിവസങ്ങളിൽ വരും. തൊട്ടടുത്ത ദിവസമോ അത് കഴിഞ്ഞുള്ള ദിവസമോ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി, വ്യക്തമായി, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. താങ്ക്